ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ അതെന്താണെന്ന് കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എനിക്കിവിടെ കുറച്ച് അരിക്കൊമ്പയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അരിക്കൊമ്പൽ എന്ന് പറയുമ്പോൾ അത് വെറൈറ്റി തന്നെയാണല്ലോ അല്ലേ, എപ്പോഴും നമുക്ക് കിട്ടില്ലല്ലോ. ഞങ്ങളിതിനെ ഇവിടെ അരിക്കൊമ്പൽ എന്നാണ് പറയുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം നമുക്കിത് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ കുമ്മിലിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ മണ്ണോട് കൂടിയിട്ടുള്ള കുറച്ച് ഭാഗം ഉണ്ടാകും, അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കുമ്മലിവിടെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇത് മണ്ണിലുണ്ടാകുന്നത് കൊണ്ട് തന്നെ മണ്ണും ചളിയും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകിയെടുക്കാം. ഇത് നല്ല വൃത്തിയിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുടംപുളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുടംപുളിക്ക് പകരം നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കുക്കായിട്ടിട്ട് അധിക സമയമൊന്നും വേണ്ട. ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കുമ്മൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം 2 മിനിറ്റ് കൂടെ മൂടി വെക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് തക്കാളി ഉള്ളി ഒന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം കുമ്മലിൻ്റെ അതേ ഫ്ലേവർ കിട്ടണമെങ്കിൽ ഇതിങ്ങനെ തന്നെ കുക്ക് ചെയ്യണം. അടിപൊളി കുമ്മൽ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.